ഗായ്സ്, നമ്മൾ പിന്നെ ഭയങ്കര പുതിയൊരു കിടക്കാച്ച വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോജിയുടെ കൂടെ ഉണ്ട്. ടോജിക്ക് അല്ലേലും അങ്ങനെ ഉള്ളതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിൽ തന്നെ ഒരു എന്താണ് ഗോൾഡ് ഫാം, എക്സ്പിക്ക് വേണ്ടിയുള്ള ഗോൾഡ് ഫാം. പക്ഷെ നമുക്ക് ആർമർ ഇതുവരെ സെറ്റ് ചെയ്യല്ല. ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡയമണ്ടിന് പിക്കാക്സിന് ഫോർച്യൂൺ ഇട്ടിട്ട് അതിന് നേരെ മൈനിങ്ങിന് പോകാന്നാണ് പ്ലാൻ. എന്തായാലും രണ്ടുപേരുള്ളപ്പോൾ ഡയമണ്ടൊക്കെ പെട്ടെന്ന് കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അല്ലേ ഡോജി? ഞാൻ ഗോൾഡ് ആർമർ ആയിരിക്കും. അവൻ ഗോൾഡ് ആർമർ ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഒരു പ്രതീക്ഷ. അപ്പോൾ എത്രത്തോളം നടക്കുന്നതെന്ന് അറിയില്ല. ട്രൈഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ രസം. ഇവൻ ട്രൈഡൻറ്റ് കൊടുക്കാൻ പോയി, ഞാൻ ലാവക്കറ്റ് കൊടുക്കാൻ പോയി. എന്നിട്ട് അവൻ ട്രൈഡൻറ്റ് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞിട്ട് പോണതിന് മുന്നേ തന്നെ ഞാൻ ലാവ് ബക്കറ്റ് പോയി എടുത്തോണ്ട് വന്നു. എന്നിട്ട് ഇവൻ അവിടെ കിടന്ന് വെല്ലു വിളിച്ചുകൊണ്ടിരിക്കുക, എന്നെ കൊല്ലാൻ വന്നെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് അവനെ ഒരു 2 മുട്ട എടുത്തപ്പോൾ അവൻ ചത്തു. ആദ്യത്തെ ഡ്രൗണിൽ തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അല്ലേ ഡോജി? പിന്നെ പറയാൻ മെയിനായിട്ടൊരു കാര്യം, എല്ലാവരും ഒന്ന് സബ്ബും ചെയ്തിട്ട് പോവാ. സബ് അല്ലെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്തോ വേണമെങ്കിൽ. സബും ലൈക്കും കമൻറ്റും എല്ലാവരും ചെയ്തിട്ട് പോവാ. അത് മറക്കരുത്. ഞാൻ എപ്പോഴും പറയാൻ മറക്കണ കാര്യമാണ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് ചെയ്തിട്ട് പോവാ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാ, സാധനങ്ങളൊക്കെ എടുക്കുക. ഇൻവെൻട്രി മൊത്തം സെറ്റാക്കുക. ഓക്കെ, വാ ഇവിടെ ഉണ്ടാക്കാം. വാ, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. നോക്കാം. അങ്ങോട്ടാ അസ്തമിക്കുന്നത്. എങ്ങോട്ട്? ആ സൈഡ്ക്ക് പോടാ. പിന്നെ ഈ സൈഡ് കണ്ടാ മനസ്സിലായി. ഇങ്ങനെയല്ലേ? ടോജി പൊട്ടിച്ചെടുത്തോ. ഇവിടെ ടെസ്റ്റ് ഉണ്ടാക്കി അതിൽ വയ്ക്കാതിപ്പോ ഒരു സ്റ്റാക്ക് വല്ലതോ? 2 സ്റ്റാക്ക്. ഓ ഭാഗ്യം, പേടിച്ചേനെ. പൊട്ടിക്ക് അങ്ങോട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ഉണ്ടാക്കണ്ട? അതെ 1 2 3 4 5. ഓക്കെ, ടോജി കറക്റ്റ് ആണോ നോക്കി? 22 ആണോ ഉണ്ടോ നോക്കിയേ. 21 ആണോ 27 ആണോ? 22. 1 2 3 22. പോടാ പ്രാന്ത. 2 3 4 5 2. 23 24 25 26 27. ഞാനിപ്പോ വേൾഡിലേ ഇല്ല. വീട്ടിലില്ലേ? ഇനി അവിടെ പോയി 3 ഗെയിം റോങ്. അതോ ഞാന് ലെഫ്റ്റ് ആയിട്ട് പറയണം. അതെന്താ കാരണമില്ലേ? അത് ഞാന് ഡിസ്കോഡ് ചെറുതാക്കാൻ നോക്കിയതാ. ഡിസ്കോഡ് വലുതായി പോയി. ഒന്ന് 2 22. ഓർഡർ ബക്കറ്റ് എമർജൻസി ഞാൻ ചെയ്യോ? നമ്മള് പണ്ടേ ദീന അതെയാണോ? എന്തേ ഇന്ന് ടോജിനെ കണ്ടുപിടിക്കും. ഓടോ, എന്തോ മണ്ടത്തരം കാണിച്ചു. 21 22 23. ഇവിടെ ചെയ്യും.
എന്നെ കൊണ്ട് എനിക്ക് എണ്ണ ഇഷ്ടല്ല. എണ്ണണ്ട, നീ എണ്ണണ്ട, എണ്ണണ്ടാ. കറുപ്പടിച്ചിരുന്ന സ്ഥാനത്ത് കറുപ്പ് ഔട്ട്ലൈൻ വെച്ച് കഴിഞ്ഞാൽ എണ്ണാൻ കഴിയോ മച്ചാനെ? പറ. എന്തൊക്കെയാ നീ പറയണേ? എനിക്കറിയില്ല എന്തൊക്കെയാടാ പറയണേ? കത്തിയല്ലോ. കത്തി കത്തി കത്തി. എവിടെയാ ഫോണായേ? എവിടെ ഫോണായേ? ഫോണായില്ല. ഒന്ന് അയ്യോ ഫോണാവാ തന്നെ. ആ ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ്. തളങ്ങണ തോട്. അയ്യോ അതോ കുഞ്ഞു പിള്ള, അതിന് കയ്യിൽ ഒതുങ്ങണ പോലും ഇല്ല സാധനം. കത്തിച്ച് വെച്ചിട്ട് ആ ഫോണാവുന്നു. അത് തരുവാടാ, ഞാൻ അത് തരാം. കയ്യിലോക്ക്. കൊന്നതിനെ കൊന്നിപ്പൊന്നുമില്ല, ചെക്കനത് ഓടിപ്പോന്ന് എന്റെ. അയ്യോ, ടോജിയുടെ സോഡ അവന് കൊടുത്തോ? എങ്ങനെയുണ്ട് ട്രേഡിങ്? എങ്ങനെയുണ്ട്? ഇതിനല്ലേ ട്രേഡിങ് എടുത്തോ. എനിക്ക് മറ്റേതാ തരത്തില്ല, തരില്ലാന്ന് പറഞ്ഞു ഓട്. ടോജി തിന്നാൻ തന്നടാ, ടോജി എന്തെങ്കിലും തിന്നാൻ താടാ. ഒന്ന് വ്ളോഗ് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഇടണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. എടാ ഒബ്സിഡിയൻ തികയോടാ? തികഞ്ഞില്ലെങ്കിൽ ടോജിനെ വിടും ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെയും മണ്ടത്തരം കാണിച്ചു. എന്തൊക്കെയാ ടോജി പറയണത്? ചോദിക്കാൻ ഞാനതാ ബോട്ടിൽ ചെസ്റ്റ് പ്ലേറ്റ് അത് അറിയാനെടുത്തു. 1 2 1 4 5. ടോജിയുടെ പുതിയ മകൻ. ടോജി മകനല്ല, അതെ. ഇതിനെന്താ പേരിടാ? നീ അയനും ഫുൾ അയൺ ആർമർ എടുത്തോ. നമുക്ക് വേണ്ട, എന്റെ പൊട്ടാനായി കിടത്ത്. നീ എടുത്തോ. ഓ, ടോജി അയൺ ആർമർ വരെ കൊടുത്തു. ഓ അയൺ സോഡ്, അയൺ ആർമർ ഫുള്ളും. എടാ മോനെ, ടോജി എല്ലാരും സതക്ക ചെയ്തോ? അങ്ങോട്ട് അങ്ങോട്ട്. എവിടെ അങ്ങോട്ടോ? ഷീൽഡ് എടുത്ത് മുഖത്തുനിന്ന് മാറ്റി വിടി, എന്നാലേ കാണാൻ പറ്റുള്ളൂ. നേരെ വാട്ടർ ബക്കറ്റ് MLG അത്രേ ഉള്ളു. കൂട്ടിക്കൊണ്ടുവരാനാ ടോജി. എന്തോ കാണാൻ പറ്റുണ്ടോ? ലീഡ് ചെയ്യാൻ പറ്റുമോ? കത്തള്ള കത്തിച്ചു കത്തിച്ചു കത്തിച്ചു. എനിക്ക് പശുക്കുട്ടീനും കിട്ടിയടാ. ഇതാ നോക്ക്. നമുക്ക് പശുക്കുട്ടീനെ ഫ്രൈ ചെയ്യാം. വെറുതെ വിടറാ, എന്റെ ചെക്കനും ചാവും കൂടെ. ടോജി ഫാം ഉണ്ടാക്കാൻ വന്നിട്ട് വേറെ പണി ചെയ്യാ. ചെക്കൻക്ക് സോഡ കൊണ്ട് മാത്രം ഞാൻ കൊണ്ടുപോകും. ഫാം ഈസ് വർക്കിംഗ്. അതിന് വല്ല ചെറിയ പിള്ളേരുണ്ടോ കൂട്ടുകാരനായിട്ട്? ഇല്ല 2 മത്തകങ്ങളാ വന്നേക്കണം. അവിടെ ഒരു വെള്ളം ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് സോഴ്സ് ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ കുറേ പോയി കഷ്ടപ്പെടേണ്ടി വരും. പിസ് ഒഴിച്ചു. ഇനി ആദ്യം തന്നെ അവിടെ നിന്ന് വെള്ളം എടുക്കാം. ഇവിടെ ഒരെണ്ണം ഒഴിക്കാം. എന്നിട്ട് ഇത് എവിടെ എൻ്റെ ആവണേ? ഓക്കെ, അവിടെ ഒരു കാര്യം ചെയ്യണം. ഇങ്ങനെ ഒരെണ്ണം കുഴിക്കുക. ഇങ്ങനെ നമ്മൾ 2 സൈഡും ഡേർട്ടിൻ്റെ പരിപാടി സെറ്റാക്കി. ഇനിയുള്ള പരിപാടി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ റെഡ് സ്റ്റോൺ ഇതിലെ ലാസ്റ്റ് വർക്കാണ്. ഇവിടെ ഒരു ലാബകരി കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തേണ്ടതാണ്. ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് വർക്കിംഗ് ആണെന്ന് സാരം. ഇനി വർക്കാവാതിരിക്കുക, ചുമ്മാ കിടന്നുറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പണി എനിക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ റെഡ് സ്റ്റോൺ പരിപാടികൾ അത്യാവശ്യം തീർത്തിട്ടുണ്ടോ ഗൈസ്? ഇവിടെ നിന്നൊരു 7 ബ്ലോക്ക് കുഴിക്കണം. 1 2 3. നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർ അപ്പ് ആക്കി എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ കുറച്ച് ഏരിയ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു 4 ബ്ലോക്ക് കുഴിച്ച് മാറ്റണം. 4 ബ്ലോക്ക് നമുക്ക് താഴേട്ട് ഒരു 22 ബ്ലോക്ക് കുഴിക്കണം. ഗൈസ്, നമ്മൾ 22 ബ്ലോക്ക് താഴേട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു മാക്സിമം നമുക്ക് കുഴിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് മാക്സിമം ബ്ലോക്ക് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ക്ലിയർ അപ്പ് ആക്കി എടുക്കുക. ഞാൻ കുറച്ച് പരിപാടി കൂടി ചെയ്തു കൊടുത്ത. ഞാൻ കുറച്ചൊന്നും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല, ചുമ്മാ ബോറടിപ്പിക്കുന്നതിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഇവിടെ ഒരെണ്ണം വയ്ക്കുക, ഇത് ഒരെണ്ണം പൊട്ടിക്കുക. എന്നിട്ട് ഈ ഫാം ഓണാക്കി കഴിഞ്ഞാൽ സർക്കാവുന്നാണ് എൻ്റെ പ്രതീക്ഷ. തെറ്റിക്കാതിരുന്നാൽ മതി. പറഞ്ഞു, അതൊരു വാട്ടർ ബക്കറ്റ് ഒക്കെ ഉണ്ടേ. ഇവിടെ ഒരു വാട്ടർ ബക്കറ്റ് ഇരിക്കും. ഓക്കെ ഗൈസ്, വർക്കിംഗ് ആണെന്നാണ് പ്രതീക്ഷ. ടോജി അവിടെ വന്ന് നിൽക്കണ്ടോ? എന്തോ പറ്റി? ഇല്ല. ടോജി അവിടെ എത്തുമ്പോ തന്നെ ഞങ്ങൾ ചത്തുവാണോ? വായു വർക്കിംഗ് ആണ് അല്ലേ? ഞാൻ വന്നിട്ട് നീ ചത്ത. എന്താണ് ടോജി ഇങ്ങനെ? ഓക്കെ ഗൈസ്, നമ്മുടെ ഫാം പെർഫെക്റ്റ്ഫുള്ളി വർക്കിംഗ് ആണ്. ഇനി ഈ ഫാമിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനിയിപ്പോൾ എന്താവോ എന്തോന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ഇന്ന് തന്നെ ഒരു ഫോർച്യൂൺ പിക്കാക്സ് എത്തിക്കണം. ടോജി, നിന്റെ പിക്കാക്സ് എനിക്ക് തന്നെ പറഞ്ഞവര് 5 സെറ്റ് ചെയ്യണ്ടേ? രണ്ടും പൊട്ടാറായി. 2 കംപ്ലീറ്റ് ചെയ്താൽ പോലും ഫുൾ പിക്കാക്സ് കിട്ടൂല. ഗൈസ്, നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഒരു നല്ല ഗ്രൈൻഡ് ചെയ്തിട്ടായിരിക്കും വരിക. കാരണം ഞങ്ങൾ ഫോർച്യൂൺ പിക്കാക്സും സെറ്റ് ചെയ്ത് ഫുൾ മൈനിങ് ചെയ്ത് മിനിമം ഒരു ഞങ്ങൾക്ക് 2 ആർമർ ആവാനുള്ള ഡയമണ്ട് ഒപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത എപ്പിസോഡ് വരുമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റും ചെയ്തു തരിക. അപ്പോൾ അതുവരേക്കും ടോജി ബൈ പറ. അതേ മുന്നേ നമുക്ക് ടോജിയുടെ പെറ്റിനൊന്ന് കണ്ടിട്ട് പോവാം. ഇരിപ്പുണ്ട് സോഡും പിടിച്ചോണ്ട്. അണ്ണൈ സുഖല്ല അണ്ണൈ? അപ്പൊ ഇവന് പറ്റിയ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യുക. ടോജിക്ക് നല്ലതൊന്നും കിട്ടിയില്ല, അപ്പൊ നിങ്ങളൊന്ന് നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യുക. അത്ര തന്നെ അല്ലേ ടോജി? അതെ. ഗോൾഡ് ഇട്ടോക്കെ ട്രേഡ് ചെയ്യാവൻ. ഇവനല്ല, അത് പിഗ്ലിനത് അല്ല, മറ്റേ സാധനം അത് ട്രേഡ് ചെയ്യാൻ. ഇതെന്നാ? ഇത് സോംബിഫൈഡ് പിഗ്ലിൻ. മറ്റേ സാധാ പിഗ്ലിൻ. ഓക്കെ, സോഡിനി വേണ്ടേ? അവൻ തന്നെ തന്ന സോഡല്ലേ അത്. വീഡിയോസ് ഇവിടെ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാം ചെയ്യാം. അപ്പൊ അതായിരിക്കും ബൈ.